ഈ പടക്കെന്താ? പടക്കം സുരേഷ് ഗോപിക്ക് വേണ്ടിയാണ്. പൊട്ടിക്കുന്നില്ലേ? ഇല്ല, സുരേഷ് ഗോപി എപ്പോഴാണോ ആ സ്ക്രീനിൽ വരുന്നത് അപ്പോഴേ ഞങ്ങൾ പൊട്ടിക്കുള്ളൂ. ഞങ്ങളെല്ലാം റെഡിയാണ്, ഇതേ പടക്കമൊക്കെ റെഡിയാണ്, എല്ലാം സെറ്റാണ്. ഈ പടക്കം വേണ്ടി പൊട്ടിക്കാനുള്ള പടക്കമാണുള്ളത്. അതിനുവേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു. കേന്ദ്രമന്ത്രിക്കുള്ള പുതിയൊരു വരവേൽപ്പാണ്. നമ്മുടെ നാടിന്റെ വികസനത്തിന് മുഖ്യൊരു കണ്ണിയാണ് പുള്ളി. എന്തായാലും നമ്മുടെ നാടിനെ വികസിപ്പിച്ചിരിക്കും, 100% ഉറപ്പാണ്. സ്ത്രീകളുടെ ശക്തിയാണ് സുരേഷ് ഗോപി. ഈ പടക്കം അതിനു വേണ്ടി പൊട്ടിക്കാൻ പറ്റും. പുള്ളി സത്യപ്രതിജ്ഞ മന്ത്രിയാക്കി സത്യപ്രതിജ്ഞ നമ്മൾ ഇതിവിടെ പൊട്ടിച്ചിരിക്കും. പുള്ളിയുടെ ആയുസിനും ആരോഗ്യത്തിനും നമ്മൾ പ്രാർത്ഥിച്ചിരിക്കും. എനിക്ക് വീടില്ലാതെ ഇരുന്നിട്ട് എനിക്ക് വീട് സ്ഥലവും കിട്ടി. സുരേഷ് മേടിച്ചു തന്നെ, എനിക്ക് സ്ഥലവും വീടും മേടിച്ചു തന്നെ. ഒരു രാഷ്ട്രീയമോ ഒന്നും നോക്കാണ്ട് ഈ നിമിഷം വരെ എല്ലാവരെയും കൈയൊഴിഞ്ഞ് സഹായിച്ച ഒരു വ്യക്തിയാണ് മഹത്തായ സുരേഷ് ഗോപി. ഇന്നും പുള്ളി കയ്യിൽ നിന്ന് അധ്വാനിച്ചുള്ള പൈസ, പുള്ളി അധ്വാനിച്ചുള്ള ഉണ്ടാക്കിയ പൈസ എല്ലാവരെയും സഹായിച്ച് കുടുംബം പോലെ കാണുന്ന ഒരു വ്യക്തിയാണ്. ഇന്ന് സ്ത്രീശക്തിയുടെ ഏറ്റവും വലിയ സുരേഷ് ഗോപിക്ക് സ്ത്രീശക്തികളാണ്. അതേപോലെ പുരുഷന്മാരും കൂടെ ഉണ്ട്. എന്തിനും സുരേഷ് ഗോപിനെ നമ്മളെ സഹായിക്കും. എന്തിനും ജാതി മതം ഒന്നും നോക്കാണ്ട് നമ്മളെ സഹായിക്കുന്ന ഏക വ്യക്തി സുരേഷ് ഗോപി. അതേപോലെ നമ്മുടെ ഏറ്റവും വലിയ ശക്തി മോദിജി. മോദിയുടെ കഴിവിൽ ഒന്നുമില്ല. മോദി ഉണ്ടെങ്കിൽ ഇന്ത്യ അങ്ങ് അറ്റമെത്തും. പ്രധാനപ്പെട്ട വകുപ്പ് തന്നെ കിട്ടുമോ അറിയില്ല, പുള്ളി തന്നെ പറയുന്നില്ലല്ലോ, അറിയില്ല. എന്നാലും നല്ല മന്ത്രിയായല്ലോ. പ്രധാനപ്പെട്ട വകുപ്പ് പുള്ളി ഫിലിം എന്ന് പറഞ്ഞൊരു ഫാഷനാണ്. പക്ഷെ ആ ഫാഷനിൽ 2 വർഷമായിട്ടൊരു കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞു പുള്ളിയെ കുറ്റം പറയാൻ പറ്റില്ല. പുള്ളി ആരും ചതിക്കുന്ന വ്യക്തിയല്ല. അപ്പൊ പുള്ളിക്ക് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്, അതനുസരിച്ചായിരിക്കും മുമ്പോട്ട് പോവാ. നമുക്ക് ആർക്കും അത് ഉറപ്പ് പറയാൻ പറ്റില്ല. എന്നാലും ഈ നാടുകളിലും ശക്തിയാണ്, ഒരു മുതലാണ് സുരേഷ് ഗോപിയും നരേന്ദ്രമോദിജിയും. മോദിയിലുള്ള താല്പര്യം കൊണ്ടാണ് ഒരു INTUC-കാരൻ വന്നേക്കണത്. ഒരു മോദിയിലുള്ള താല്പര്യം കൊണ്ടാണ് INTUC-കാരൻ വന്നേക്കണത്. ഈ ജോർജ് കുര്യൻ മന്ത്രിയാവുക? മന്ത്രിയാവില്ല. ജോർജ് കുര്യൻ മന്ത്രിയാവാൻ ചാൻസ് കുറവാണ് ചാൻസ് ഒന്നാണ് പറയുന്നത്. നോക്കാം നമുക്ക്. അടുത്ത എന്താ പറയാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്ത് വരുന്നത് BJP ആയിരിക്കും. ശരിക്കും നിയമസഭ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ്. അതെ, തീർച്ചയായിട്ടും 26 BJP ഇതിൽ വരും. എണ്ണം കുറഞ്ഞത് ഏതെങ്കിലും തരത്തിലൊരു നെഗറ്റീവാണോ? എണ്ണം കുറഞ്ഞ ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. എന്തറിയോ, ഇനി അടുത്ത ഭരണം നല്ല ശക്തിയുള്ള ഭരണം വരും. എണ്ണം കൂടുമ്പോഴാണ് ഈ ഒഴിപ്പി പോണത്, മനസ്സിലായില്ലേ? എണ്ണം കുറയുമ്പോൾ ശക്തിയുള്ള ഭരണം വരും, നല്ല ശക്തിയുള്ള ഭരണം വരും.